മലയാളി വളരെയധികം ശ്രദ്ധിക്കുന്നൊരു ഒരു മേഖലയാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നതിൽ. കാരണം ഇന്ന് മന്ത്രി സ്പീച്ചിൽ പറഞ്ഞൊരു ഏറ്റവും അധികം രാജ്യത്ത് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ്. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കാരുണ്യ പദ്ധതിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് സഞ്ചരിച്ച്, അതുപോലെ തന്നെ ഈ സ്ട്രോക്കിനെ പ്രതിരോധിക്കുന്നതിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും യൂണിറ്റുകൾ വരുന്ന ഒരു പ്രഖ്യാപനമൊക്കെ ഇങ്ങനെ കാണാൻ ഞാൻ അബ്സ്ട്രാക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. ഡോക്ടർ എന്ന നിലയിൽ ഈ ബജറ്റും ആരോഗ്യ മേഖലയും എങ്ങനെയുണ്ട് ഡോക്ടർ? നമ്മൾ നോക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമ്മളെപ്പോഴും കാലാകാലങ്ങളായിട്ട് എപ്പോഴും ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ബഡ്ജറ്റ് വിഹിതം വേണം. GDP-യുടെ 4% വേണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. വിവിധ ഓർഗനൈസേഷനുകളിൽ 2% വേണമെന്ന് പറയുന്നു. കാലാകാലങ്ങളായിട്ട് അത് 1% ചുറ്റുവട്ടം നിൽക്കും. പക്ഷേ ഇത്തവണ 2915 CR എന്ന് പറയുമ്പോൾ ഏതാണ്ട് 100 crores ഒരു ഇൻക്രീസ് കാണുന്നുണ്ട്. പലപ്പോഴും കുറച്ചാണ് വരും, ഓരോ കൊല്ലം തോറും കഴിയുന്നതോറും ഒരു ചെറിയൊരു കുറവ് കാണാം. ഇത്തവണ ഒരു 100 crores ഇൻക്രീസ് ഉണ്ട്. ഞങ്ങൾ 1%-ന് 2% വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും ഒരു ചെറിയൊരു സ്ലൈറ്റ് ഇൻക്രീസ് എങ്കിലും ഉള്ളത് എന്നുള്ളത് വളരെ പോസിറ്റീവ് വശമാണ്. കാരണം ഒരുപാട് മേഖലകൾ, ഈ കാരുണ്യ പോലെയുള്ള കാസ്പ് പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. മറ്റ് മേഖലകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വിസിബിളാവും. ഇപ്പോൾ ഒരു മെട്രോ റെയിൽ വരുന്നു, അല്ലെങ്കിൽ മോണോ റെയിൽ വരുന്നു. ഈ ഹെൽത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും വിസിബിൾ ആയിരിക്കില്ല. അത് ഒരു ലോങ് ടേം ബെനിഫിറ്റ്സ് ധാരാളം തരുന്ന. ഡോക്ടർ അങ്ങനെ പറയാം, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളി, കേരളീയർ. കോവിഡൊക്കെ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മികവിലാണ് നമ്മൾ നന്നായി ജീവിച്ചു പോയത്. തീർച്ചയായിട്ടും. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞത്, പാലം വരുന്നു, പാലം കാണുന്നു. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഹെൽത്തിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗുണം തലമുറകളോളം നീണ്ടു നിൽക്കും, ലോങ് ഡ്യൂറേഷൻ. അതുകൊണ്ട് എല്ലാ വികസിത രാജ്യങ്ങളിലും വളരെ വെൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഹെൽത്തിന് വളരെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്ന, അത് ഞാൻ ആരെയും കുറ്റം പറയില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിലും അവർ 4% ആവശ്യപ്പെടുമ്പോൾ അവർ 1% ചുറ്റുവട്ടം ഇപ്പോഴും നിൽക്കും. ഇപ്പോൾ പക്ഷേ ഇവിടെ സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ ഹെൽത്തിന് മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്തിൽ ഒരു ഓൾമോസ്റ്റ് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് വരുന്നുണ്ട്. NHM-ന് 465 crores, കാസ്പിന് 700 crores. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അത്യാഗ്രഹികളാണ്. ഈ ആരോഗ്യ മേഖല എപ്പോഴും കൂടുതൽ എങ്കിൽ മാത്രമേ നമ്മളുടെ ചില ഡെഫിസിറ്റുകൾ പരിഹരിക്കുകയും. കേരളത്തിൻ്റെ ഒരു കുതിപ്പുണ്ട്. ആരോഗ്യ മേഖല വലിയ ഒരു അസറ്റുള്ള, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നതാണ് കേരളം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ അവരുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് വളരെ കൂടുതലാണ്. ഈവൻ തമിഴ്നാട് പോലും അവരുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് പല മേഖലകളിലും നമ്മളെ കിടപിടിക്കുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് പോകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലോ ആ മേഖലയിലേക്ക് അടുത്ത ഒരു 10 കൊല്ലം കഴിയുമ്പോഴുള്ള മേഖല എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊതുവെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ആദ്യം തുടക്കത്തിൽ പറയേണ്ടത്.